എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം. ഉത്തരം കൊട്ടിയൂർ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ. കൊട്ടിയൂരിലെ പ്രധാന ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. 28 ദിവസം നീളുന്ന ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നും നിത്യപൂജയുള്ള ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വർഷത്തിൽ ഉത്സവത്തിന് മാത്രം തുറക്കുന്ന അക്കരെ കൊട്ടിയൂർ എന്ന കാനന ക്ഷേത്രവും. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഉത്സവം നടക്കുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ദക്ഷയാഗ ഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഈ യാഗത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ദക്ഷയാഗം നടന്ന അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവ ചടങ്ങുകൾ ഏകീകരിച്ചതെന്നാണ് വിശ്വാസം. മേടം മാസത്തിലെ വിശാഖം നാളിലാണ് ഉത്സവത്തിൻ്റെ പ്രാക്കുളം ചടങ്ങ് ആരംഭിക്കുക. ഉത്സവത്തിൻ്റെ കൂടിയാലോചന ചടങ്ങാണ് പ്രാക്കുളം. ഉത്സവത്തിൻ്റെ ആരംഭ ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. കൂവയിലയിൽ ശേഖരിച്ച തീർത്ഥം അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ ശിവന് അർപ്പിക്കുന്ന ചടങ്ങോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകും. നെയ്യാട്ടത്തോടെ പ്രധാന ഉത്സവത്തിന് തുടക്കമാകുന്നതാണ്. നെയ്യാട്ടത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. എന്നാൽ ബ്രാഹ്മണ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രം കൂടിയാണ് അക്കരെ കൊട്ടിയൂർ. ഒപ്പം രാജകുലത്തിലുള്ളവർക്കും ഈ കാനന ക്ഷേത്രം നിഷിദ്ധമാണ്. നെയ്യാട്ടത്തിന് ശേഷമാണ് ഇളനീരാട്ടം. രോഹിണി ആരാധനയാണ് അടുത്ത ചടങ്ങ്. മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത് രോഹിണി ആരാധനയിലാണ്. സതിനഷ്ടമായ ശിവനെ സാന്ത്വനിപ്പിക്കാൻ ബ്രഹ്മാവ് ആലിംഗനം ചെയ്തതിനാലാണ് ഇന്നും ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത്. മകൻ നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല. മകൻ നാളിലെ കലം വരവോടെ പിന്നീട് 3 ദിവസവും ഗൂഢപൂജകൾ നടക്കും. ദേവപൂജയും മനുഷ്യപൂജയും കഴിഞ്ഞാൽ ഭൂതഗണങ്ങളുടെ പൂജയാണ്. പിന്നീട് തൃക്കലാശാട്ടം. പൂജ പൂർത്തിയാക്കാത്ത കൊട്ടിയൂരിൽ തൃക്കലാശാട്ടത്തോടെ ഉത്സവം സമാപിക്കും. ഇവിടെ ഭഗവാന്റെ പ്രിയപ്പെട്ട കാഴ്ച വസ്തുക്കൾ നെയ്യും ഇളനീരുമാണ്. ചക്കയും വെള്ളരിയും മാങ്ങയുമാണ് വ്രതക്കാരുടെ ഇഷ്ടഭക്ഷണം. ഉത്സവം കൂടി തിരിച്ചു പോരുന്ന ഭക്തരുടെ കയ്യിൽ ഓടപ്പൂ ഉണ്ടാവും. മുളകുകൾ ചീകിയെടുത്ത് നിർമ്മിക്കുന്നതാണ് ഈ ഓടപ്പൂവ്. വീരഭദ്രൻ പിഴുതെറിഞ്ഞ ദക്ഷൻ്റെ വെള്ളത്താടിയാണിതെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം, തന്ത്രസമുച്ചയം 2 വാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ. ഉത്തരം ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി. ചേനാസ് നാരായണൻ നമ്പൂതിരിയുടെ AD 1427-28 രചിച്ച തന്ത്രസമുച്ചയമാണ് കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നതുമായ ആചാരപരമായ കൈപ്പുസ്തകം. ഒരു പുതിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മുതൽ സ്ഥാപിക്കൽ, പ്രായശ്ചിത്തം എന്നിവ വരെയുള്ള ക്ഷേത്രാധിഷ്ഠിത ആചാരങ്ങളാണ് ഇത് പ്രാഥമികമായി കൈകാര്യം ചെയ്യുന്നത്. ഈ ഗ്രന്ഥത്തിന് വിവരണം, വിമർശനി എന്നീ 2 വ്യാഖ്യാനങ്ങളുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ സർക്കാർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളുടെ പരമ്പരയായിരുന്നു അനന്തശയന ഗ്രന്ഥാവലി. തിരുവിതാംകൂർ സംസ്കൃത ഗ്രന്ഥ സീരീസ് എന്ന പേരിൽ പിൽക്കാലത്ത് ഇത് പ്രസിദ്ധമായി. രാജകൊട്ടാരം വക താളിയോല ഗ്രന്ഥശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു ടി ഗണപതി ശാസ്ത്രി എന്ന സംസ്കൃത പണ്ഡിതൻ. അനന്തശയന ഗ്രന്ഥാവലിയുടെ ക്യൂറേറ്ററായിരുന്നു ഇദ്ദേഹം. 100-ലധികം ഗ്രന്ഥങ്ങൾ ഈ പരമ്പരയുടെ ഭാഗമായിട്ടുണ്ട്. ഗണപതി ശാസ്ത്രിയാണ് അനന്തശയന ഗ്രന്ഥാവലിയിലൂടെ ഭാഗമായി തന്ത്രസമുച്ചയം 2 വാല്യങ്ങളാക്കിയത്. അടുത്ത ചോദ്യം, എന്തിൻ്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത? ഉത്തരം മഹാഭാരതത്തിലെ ഭീഷ്മപർവം. വ്യാസൻ എഴുതിയ മഹാഭാരതത്തിലെ 23 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളാണ് ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആദ്യ 10 ദിവസത്തെ വിവരിക്കുന്ന ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം. ഉത്തരം ആറാട്ടുപുഴ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിലുള്ള ശ്രീശാസ്താ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ ഉത്സവമാണിത്. എല്ലാ പൂരങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. ആദ്യകാലങ്ങളിൽ 108 ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിച്ചു വന്നിരുന്നു ആറാട്ടുപുഴയിലേക്ക്. തൃശ്ശൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 23 ദേവകളെ വെള്ളത്തിൽ മുക്കുന്ന ചടങ്ങോടെ ദേവന്മാരുടെ സംഗമം അല്ലെങ്കിൽ ദേവമേള എന്ന ഉത്സവം അവസാനിക്കുന്നു. നദീതീരമായ മന്ദാരം കടവിൽ ദേവന്മാരെ ആചാരപരമായി കുളിപ്പിക്കുന്ന ചടങ്ങിനെ ആറാട്ട് എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ്. ഉത്തരം സത്യാർത്ഥ പ്രകാശ്.
1875 ഹിന്ദിയിൽ എഴുതിയ ഒരു പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശ്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ വെളിച്ചം എന്നർത്ഥം. പ്രശസ്ത മതസാമൂഹിക പരിഷ്കർത്താവും ആര്യസമാജത്തിൻ്റെ സ്ഥാപകനുമായ മഹർഷി ദയാനന്ദ് സരസ്വതിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അടുത്ത ചോദ്യം: എപ്പോഴാണ് പ്രസിദ്ധ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്തരം: 1936 നവംബർ 12. തിരുവിതാംകൂറിൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ഉപദേശമനുസരിച്ച് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന പ്രഖ്യാപനം നടത്തിയത്. രാജാവിൻ്റെ നിയന്ത്രണത്തിലുള്ള 1526 ക്ഷേത്രങ്ങളിലാണ് ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകിയത്. ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്നാണ് ഈ വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തിൻ്റെ അത്ഭുതം എന്നും ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. മലബാറിൽ 1947 ജൂൺ 2 കൊച്ചിയിൽ 1947 ഡിസംബർ 22 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്നാണ് രാജഗോപാലാചാരി വിളംബരത്തെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം: ചാന്തോഗ്യ ഉപനിഷത്തിലെ പ്രസിദ്ധമായ മഹാകാവ്യം ഏതാണ്? ഉത്തരം: തത്വമസി. ചതുർവേദങ്ങളിലൊന്നായ സാമവേദത്തിലെ ചാന്തോഗ്യ ബ്രാഹ്മണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സംസ്കൃത ഗ്രന്ഥമാണ് ചാന്തോഗ്യ ഉപനിഷത്ത്. ഛന്ദസ് അല്ലെങ്കിൽ സാമവേദം പഠിച്ചവരായ ഛന്ദോകന്മാരുടെ ഉപനിഷത്താണ് ചാന്തോഗ്യോപനിഷത്ത് എന്ന് പറയാം. ചാന്തോഗ്യോപനിഷത്തിൽ 8 പ്രാപാഠകങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ ഉൾപ്പെടുന്നു. ശ്വേതകേതുവിൻ്റെ ജ്ഞാനപ്രാപ്തിയുടെ കഥയാണ് തത്വമസി. 6-ാം അധ്യായം 8 മുതൽ 16 വാക്യത്തിൽ അത് നീ തന്നെയാണ് എന്ന പ്രസിദ്ധമായ തത്വം അസി അടങ്ങിയിരിക്കുന്നു. അടുത്ത ചോദ്യം: വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ഡാഷ് ആയി കണക്കാക്കപ്പെടുന്നു? ഉത്തരം: ചെവികൾ. വേദാംഗങ്ങൾ വേദസാഹിത്യത്തിലെ അവസാനത്തെ ഗ്രന്ഥങ്ങളാണ്. 6 വേദാംഗങ്ങളാണ് ഉള്ളത്. 1 ശിക്ഷ, 2 കൽപ്പം, 3 വ്യാകരണം, 4 നിരുക്തം, 5 ഛന്ദസ്, 6 ജ്യോതിഷം എന്നിവയാണ് വേദാംഗങ്ങൾ. 6 അവയവങ്ങൾ 6 വേദാംഗങ്ങളായി ഉള്ള ഒരു പുരുഷനായാണ് വേദത്തെ വിവരിക്കുന്നത്. ഛന്ദസ് അവൻ്റെ 2 പാദങ്ങളാണ്. കൽപ്പം അവൻ്റെ 2 കൈകളാണ്. ജ്യോതിഷം അവൻ്റെ കണ്ണുകളാണ്. നിരുക്തം അവൻ്റെ ചെവികളാണ്. ശിക്ഷ അവൻ്റെ മൂക്കാണ്. വ്യാകരണം അവൻ്റെ വായയാണ്. അടുത്ത ചോദ്യം: മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം? ഉത്തരം: 2008. ദക്ഷിണ മലബാറിലെയും വടക്കൻ മലബാറിലെയും ഏകദേശം 1340 ക്ഷേത്രങ്ങളുടെ ഭരണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച ഒരു നിയമപരവും സ്വതന്ത്രവുമായ സ്ഥാപനമാണ് മലബാർ ദേവസ്വം ബോർഡ്. 2008 കേരള നിയമസഭയുടെ മദ്രാസ് HR&CE ഭേദഗതി നിയമത്തെ തുടർന്ന് 2008 ഒക്ടോബർ 2 മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത്. നിലവിൽ MR മുരളിയാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇതിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. നിലവിലെ കേരളം ദേവസ്വം ബോർഡ് മന്ത്രിയാണ് VN വാസവൻ. കേരള ദേവസ്വം ബോർഡ് എക്സാമുകൾക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.